നമസ്കാരം. ആരിഫ് ഹുസൈൻ ഇന്ന് തീവ്ര മതമൗലികവാദികളുടെ ഏറ്റവും വലിയ ശത്രുവായി, അല്ലെങ്കിൽ എക്കാലത്തെയും അവരുടെ പ്രധാനപ്പെട്ട ശത്രുവായി അറിയപ്പെടുന്ന ആളാണ് ആരിഫ് ഹുസൈൻ. ആരിഫ് ഹുസൈനെ കുറിച്ച് പരാതികൾ അവസാനിക്കുന്നില്ല. ഒപ്പം ഇവർ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. ലണ്ടനിൽ പോയി ആരിഫ് ഹുസൈൻ പരാജയപ്പെട്ടു, വലിയ വിശ്വാസികൾക്ക് മുന്നിൽ പോയാൽ ആരിഫ് ഹുസൈൻ പൂച്ച എന്നൊക്കെയാണ് അവർ പറഞ്ഞു പരത്തുന്നത്. പക്ഷേ ഇദ്ദേഹത്തിനെതിരെ വീണ്ടും വീണ്ടും പരാതി കൊടുക്കലാണ് ഈ മൗലികവാദികളുടെ ഏറ്റവും വലിയ ഒരു ഇപ്പോഴത്തെ ചിന്തയും അവരുടെ ഏറ്റവും വലിയ പ്രവർത്തനവും എന്ന് പറയുന്നത്. ഈ അടുത്ത സമയത്ത് X&Y ലേണിംഗിനെതിരെ ആരിഫ് ഹുസൈൻ ചില കാര്യങ്ങൾ പറഞ്ഞു പരത്തുന്നു. അവർ തീവ്രവാദ ബന്ധമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അവർ തീവ്രവാദം പ്രചരിപ്പിക്കുന്നു എന്ന തരത്തിൽ ആരിഫ് ഹുസൈൻ പറയുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ചില കേസ് ആരിഫ് ഹുസൈനെതിരെ കൊടുക്കാൻ തയ്യാറായത്. ഈ X&Y ലേണിംഗ് എന്ന് പറയുന്ന സ്ഥാപനം അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്നത്. അൽഫല യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആർക്കും പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഡൽഹി ചെങ്കോട്ട സ്ഫോടന കേസിലെ പിന്നിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഈ അൽഫല യൂണിവേഴ്സിറ്റി. ആ അൽഫല യൂണിവേഴ്സിറ്റിയിൽ മുഴുവൻ ഭീകരവാദികളായിരുന്നു. ഭീകരവാദികളെ കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അൽഫല യൂണിവേഴ്സിറ്റിയിൽ. അങ്ങനെ വന്നപ്പോഴാണ് ആ അൽഫല യൂണിവേഴ്സിറ്റിയെ പൂർണ്ണമായും അതിനെതിരെ കേസെടുക്കുകയും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഡോക്ടേഴ്സിനെയൊക്കെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. അത്തരത്തിൽ വലിയ രീതിയിൽ ജനശ്രദ്ധ ആകർഷിച്ച ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ എല്ലാം സ്വത്തുക്കൾ കണ്ടുകെട്ടുക വരെ ചെയ്തിരുന്നു. അതിന്റെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിലാണ് ഇതിപ്പോൾ അറിയപ്പെടുന്നത്. അവരാണ് ഈ ആരിഫ് ഹുസൈന് നേരെ ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് എന്നാണ് വലിയ രീതിയിൽ തമാശ ഉണർത്തുന്ന കാര്യം. അതായത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച യൂണിവേഴ്സിറ്റിയുടെ ഒരു സഹോദര സ്ഥാപനം എന്ന നിലയിൽ അവർ ഈ കാണിച്ച ചെയ്തികൾ മുഴുവൻ ആൾക്കാരുടെ മുന്നിൽ ഒരു തമാശ കഥയായി മാറും എന്നല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് അതിനെ അടയാളപ്പെടുത്തുവാൻ കഴിയില്ല. ഇനി ആരിഫ് ഹുസൈൻ എന്ന ആളിനെ ഇവർക്ക് വല്ലാത്ത ഭയമാണ്. ആ ഭയത്തിന്റെ പേരിൽ പല കേസുകളും കൊടുക്കുന്നു എന്നതിനെ വയ്ക്കുക. അതിനപ്പുറം അയാൾക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവർ. ആൾക്കാർ അവനെ കേസ് കൊടുത്താൽ പോരാ, അവനെതിരെ വധശ്രമം നടത്തണം, അവനെ കൊന്നുകളയണം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പോലീസ് ഇതിനെതിരെ കേസെടുക്കാനൊന്നും ഇപ്പോൾ തയ്യാറായിട്ടില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ഇതിനെതിരെ പരാതികളൊക്കെ ആയി മുന്നോട്ട് പോവുകയാണ്. എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടെ ആരിഫ് ഹുസൈൻ ഷെയർ ചെയ്ത മറ്റൊരു വീഡിയോ ഞാൻ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ ഇങ്ങനെയാണ്: ഒസാമ ബിൻ ലാദനെ വരെ ചില മത നേതാക്കൾ വന്ന് വലിയ രീതിയിൽ വെള്ളപൂശുകയാണ്. ഒസാമ ബിൻ ലാദൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വ്യക്തതയൊന്നും ഇല്ല എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഒസാമ ബിൻ ലാദനെ പോലും വെള്ളപൂശുന്ന ഇത്തരക്കാർ ഈ ഭീകരവാദത്തെ എങ്ങനെയാണ് ന്യായീകരിക്കാതിരിക്കുക എന്നതാണ്. ഭീകരവാദത്തെ ന്യായീകരിക്കാൻ മാത്രമേ അവർക്ക് സാധിക്കൂ. കാരണം ഭീകരവാദം ഈ ഇത്തരം ചിന്താഗതിക്കാരുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ അടുത്ത് നേരിട്ടെത്തും എന്നൊക്കെയാണ് ഇതിൽപ്പെട്ട ചില ആൾക്കാരൊക്കെ പറയുന്നത്. ജിഹാദി എന്ന് പറയുന്നത് വളരെ പുണ്യപ്രവൃത്തിയാണ് എന്ന നിലയിലാണ് ചില ആൾക്കാരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്, പ്രചരിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഇത്തരക്കാരെല്ലാവരും തന്നെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ആരിഫ് ഹുസൈനെതിരെ ഇവർ ശക്തമായ രീതിയിൽ കുപ്രചരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവരുടെ മുനയൊടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധാരാളം ആരിഫ് ഹുസൈന്റെ പാത പിന്തുടർന്ന ധാരാളം പേർ ഇവർക്കെതിരെ നീങ്ങുന്നു എന്നുള്ളതാണ്. ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ആകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തായാലും ആരിഫ് ഹുസൈൻ എന്ന എക്സ് മുസ്ലിമിന് മുന്നിൽ ഇവർ പരാജയപ്പെടുകയാണ്. ഒരുപക്ഷെ ആരിഫ് ഹുസൈന്റെ കുടുംബത്തിൽ നിന്ന് പോലും വലിയ എതിർപ്പുകൾ ആരിഫ് ഹുസൈനെതിരെ ഉയരുന്നുണ്ടായിരുന്നു. ആരിഫ് ഹുസൈനെ വല്ലാതെ കളിയാക്കുകയും ഇദ്ദേഹത്തിനെതിരെ കുടുംബത്തിൽ നിന്ന് തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നിട്ടും അദ്ദേഹം വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ മതമൗലികവാദത്തിനെതിരെ പറയുകയും പ്രവർത്തനം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അദ്ദേഹത്തെ സംഘിയെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുകളിലോ ഒക്കെ വിളിച്ചാലും തന്റെ പാതയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഇത്തരം തീവ്ര ചിന്താഗതിക്കെതിരെ ശക്തമായ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിനെതിരെ വധശ്രമത്തിന്റെയും വധഭീഷണിയും ഒക്കെ മുഴക്കിയാലും അദ്ദേഹത്തെ കൊന്നുകളഞ്ഞാൽ പോലും അദ്ദേഹം ചെയ്തു വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ചേകന്നൂർ മൗലവിയുടെ കഥ അദ്ദേഹത്തിൽ മേൽ ആവർത്തിക്കുമോ എന്നുള്ളത് ഒരു ആശങ്ക അദ്ദേഹത്തിനുണ്ട്. എങ്കിലും നിരന്തരം പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് MN കാരശ്ശേരി വന്ന് മറ്റൊരു പ്രസ്താവന നടത്തിയത്. അതായത് ബുർഖ അഥവാ ഹിജാബ് എന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വസ്ത്രമാണ്, സ്ത്രീകളെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്, അവരുടെ വ്യക്തിത്വത്തെ എടുത്തു കളയുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഹിജാബ് എന്നത്. ആ രീതിയിൽ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് മൗലികവാദികൾ വന്ന് കാണുന്നത് എന്നത് നമുക്ക് ഇനി കണ്ട് തന്നെ അറിയാം. ഇനി മറ്റൊരു ആരിഫ് ഹുസൈനായി മാറുമോ MN കാരശ്ശേരി എന്നതാണ് കണ്ടറിയേണ്ട കഥ.